ഒരു നല്ല പോലീസുകാരിയല്ലേ? ബാക്കിയുള്ളവർ പോകാത്ത വഴിയിലൂടെ സഞ്ചരിച്ച് ഒന്ന് അന്വേഷിച്ചു നോക്ക്. ഒരു തുറന്ന മനസ്സോടെ ഈ കേസിനെ ഒന്ന് പഠിച്ചു നോക്ക്. ചിലപ്പോ യഥാർത്ഥ കൊലയാളിയെ താനായിരിക്കും കണ്ടുപിടിക്കുന്നത്. യെസ് മാഡം. എന്താ പഞ്ചു? ഇത് പീതാംബരന്റെ ബോഡി കിടന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയതാ. ഇതില് ചോരക്കറയുണ്ട്. പക്ഷേ ഇത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടില്ല. ഞാൻ ഫയലൊക്കെ നോക്കി. അതെന്താ സർ? പീതാംബരന്റെ ബോഡി കിടന്ന സ്ഥലം മെഡിക്കൽ വേസ്റ്റ് ഒക്കെ കൊണ്ടിടുന്ന ഒരു ഏരിയയാണ്. ചിലപ്പോ ഈ സർജിക്കൽ നൈഫ് അവിടെ അങ്ങനെ എത്തിയതാണെന്ന് വിചാരിച്ചു കാണും. അവിടെ നിന്ന് വന്ന എവിഡൻസ് ബോക്സുകളിൽ ഇഷ്ടം പോലെ ചോര പുരണ്ട സർജിക്കൽ നൈഫുകളും സിറിഞ്ചുകളും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാവും ഇത് ഫോറൻസിക് ലാബിലേക്ക് അയക്കാതിരുന്നത്. അല്ല, എന്താ മോളെ ഇപ്പൊ ഇങ്ങനെ ഒരു സംശയം ഉണ്ടാവാൻ കാരണം? ഏയ് ഒന്നുമില്ല സർ. എനിക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയപ്പോ ചോദിച്ചെന്നേ ഉള്ളൂ. അല്ല, വരുന്നില്ലേ? ഭക്ഷണം കഴിക്കാൻ സമയമായി. ഞാനിപ്പോ വരാം സർ. അതെ, മഞ്ജുവിന് കഴിക്കാൻ ഇപ്പൊ ധൃതി ഉണ്ടാവില്ല. പക്ഷേ കുഞ്ഞിന്റെ കാര്യം അങ്ങനെയല്ല. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം. അത് കഴിഞ്ഞിട്ടുള്ള ജോലിയൊക്കെ ചെയ്താൽ മതി. വേഗം വാ. ഞാൻ ദേ എത്തി സർ. ഞാൻ എന്റെ സർജിക്കൽ നൈഫിലെ എന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരങ്ങള് കോറി വെക്കായിരുന്നു. എന്തിനാ? എന്റെ നൈഫ് മാറിപ്പോവാതിരിക്കാൻ. ഇതേ എന്റെ പണിയായുധം മാത്രല്ല, പണി കൊടുക്കാനുള്ള ആയുധമാണ്. ഇങ്ങെടുത്ത് നോക്കട്ടെ. എങ്ങനെയുണ്ട്? കൊള്ളാം. M മഹിമ മാധവൻ. പ്രകാശേട്ടാ, പെട്ടെന്ന് വിളിച്ചത് ബുദ്ധിമുട്ടായോ? ഫോറൻസിക് ലാബ് ഇവിടെ അടുത്തല്ലേ? പോരാത്തതിന് ഇപ്പോ ലഞ്ച് ബ്രേക്കും. മഞ്ജു കഴിച്ചില്ലേ? ഇല്ല, കഴിക്കാൻ പോവാ. ഓ, ജോലിയുടെ പുറകെ തന്നെയാണല്ലേ? മാധവൻ സാറും ഇതുപോലെ തന്നെയായിരുന്നു. എന്നെ പാതിരാത്രി വരെ ജോലി എടുപ്പിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ അതേ സ്വഭാവം തന്നെ മോൾക്കും. പക്ഷേ ഈ അവസ്ഥയിൽ ആരോഗ്യം നല്ലതുപോലെ സൂക്ഷിക്കണം. കുഞ്ഞിനേക്കാൾ വലുതല്ല ജോലി. ഞാൻ ശ്രദ്ധിച്ചോളാം പ്രകാശേട്ടാ. അല്ല, എന്നെ എന്തിനാ വിളിച്ചത്? ഇത് പീതാംബരന്റെ ബോഡിയുടെ അടുത്തുനിന്ന് കിട്ടിയതാ. സംഭവം നടന്ന സ്ഥലം മെഡിക്കൽ വേസ്റ്റ് ഇടുന്ന സ്ഥലമായതുകൊണ്ട് ആരും ഇത് ടെസ്റ്റിന് അയച്ചില്ല. പക്ഷേ ഇതാണോ പീതാംബരനെ കൊല്ലാൻ ഉപയോഗിച്ച ആയുധമെന്ന് എനിക്കൊരു സംശയം.
മഞ്ജുവിന് എന്താ അങ്ങനെ തോന്നാൻ കാരണം? എന്റെ സംശയം പ്രകാശ് എന്നോട് തൽക്കാലം പറയാൻ നിൽക്കണ്ട. അറിയില്ല, ഒരു ഇൻസ്റ്റിങ്ക്റ്റ് എന്നൊക്കെ പറയില്ലേ. ഇപ്പോഴേ വലിയ പോലീസുകാരെ പോലെ സംസാരിക്കാനൊക്കെ തുടങ്ങിയല്ലോ. അല്ല, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ സർജിക്കൽ നൈഫിലുള്ള ചോര പീതാംബരന്റെ തന്നെയാണോ എന്ന് പരിശോധിച്ചാൽ മാത്രം മതി. അത് ഞാൻ ഏറ്റു. എന്നാ ശരി. പ്രകാശേട്ടാ, എന്താ മഞ്ജു? ഇതിന്റെ റിസൾട്ട് എന്താണെങ്കിലും എന്നെ മാത്രം അറിയിച്ചാൽ മതി. അതിനെന്താ മഞ്ജു? റിപ്പോർട്ടെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥർക്കും കാണാനുള്ളതല്ലേ? ഞാൻ ഈ കേസിൽ ചില നിഗമനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതെല്ലാം ശരിയാണെന്ന് ഉറപ്പിച്ചതിന് ശേഷം കൊലയാളി ആരാണെന്നടക്കം മൊത്തം കേസും സോൾവ് ചെയ്ത് ഐശ്വര്യ മാഡത്തിന്റെ പ്രശംസ പിടിച്ചു പറ്റാനാ എന്റെ പ്ലാൻ. ആഹാ, നിനക്ക് ജീവിക്കാൻ അറിയാം. കേസ് സോൾവ് ചെയ്യാൻ മാത്രമല്ല, അതിന്റെ ക്രെഡിറ്റ് എടുക്കാനും പഠിക്കണം. എന്നാലേ പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടും. ഞാനിത് പെട്ടെന്ന് ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് പറയാം. താങ്ക് യു ചേട്ടാ. ഓക്കെ. ഇത്രയും സന്തോഷം എനിക്ക് ഈ അടുത്ത കാലത്തൊന്നും കിട്ടിയിട്ടില്ല. ചെയ്യാത്ത കുറ്റത്തിന് ഗിരി അകത്തുപോയെന്ന് മാത്രമല്ല, മഞ്ജു തന്നെ അവന്റെ അറസ്റ്റിന് കാരണക്കാരിയായി എന്നുള്ളതാ രസം. അവൻ അടുത്ത കാലത്തൊന്നും പുറത്തിറങ്ങില്ല. ഇനി ഇറങ്ങിയാൽ തന്നെ ജയിലിൽ കിടന്ന് അവന് നല്ലൊരു ജോലി കിട്ടും. അത് ഞങ്ങൾക്കിട്ടൊരു താങ്ങാണല്ലോ. ഏയ്, ഇവൻ നിങ്ങളോട് ഉദ്ദേശിച്ച് പറഞ്ഞതൊന്നുമല്ല. സാരമില്ല, സഞ്ജു പറഞ്ഞാലും കാര്യമുണ്ട്. ജയിലിൽ നിന്ന് ഇറങ്ങുന്നവർക്ക് പെട്ടെന്ന് നല്ല ജോലിയൊന്നും കിട്ടില്ല. അതെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഗിരിയെ കൊണ്ടുള്ള ശല്യം ഇതോടെ അവസാനിച്ചു. ഇനി എന്താ പരിപാടി?